ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിക്രം അവിടെ ഇരുന്നുണ്ടല്ലോ, തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കുക. തന്നെ തേങ്ങ പൊട്ടിച്ച് അത് കൊണ്ടുവന്ന് വെച്ച് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വേദ വന്നു. ഇതൊക്കെ അറിയാവുമെന്ന് ചോദിച്ചു. മകളെ, ഞാൻ PGക്ക് ചേർന്നത് ജയിലിലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ, സെൻട്രൽ ജയിലിൽ. അപ്പോൾ ഇൻ്റർഗ്രേറ്റഡ് കോഴ്സ് ആയിരുന്നു അത്. പലതരം തൊഴിലുകളും ഉള്ള പരിശീലനം അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെയൊന്നും അല്ല, കൂലിയൊക്കെ കുറവായിരുന്നു. അപ്പോൾ സ്കിൽഡ് ജോലി അല്ലാത്തത് ചെയ്യുന്നവർക്ക് വെറും 63 രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജയിലിലെ കാര്യങ്ങളെല്ലാം നമ്മുടെ വിക്രമേദയ്ക്ക് പറയുകയാണ്. അപ്പോൾ ക്ലീനിങ്ങും അടിക്കല് വാരല് തൂക്കൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയെല്ലാം പറയുക. എന്താ ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞാലും മനുഷ്യന് ഏറ്റവും പ്രധാനം സ്വാതന്ത്ര്യം തന്നെയാണെന്നും ഈ ലോകം കാണാൻ അനുവദിക്കാതിരിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷ വേറെ എന്താ ഉള്ളതെന്ന കാര്യം ചോദിച്ചു. അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞ് നോക്കണം, അപ്പോഴേ അതിൻ്റെ വിഷമം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നും വൈകിട്ട് 6 മണിയോടെ ഭക്ഷണം തന്ന് സെല്ലിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ വരെ അതിനകത്താണെന്ന കാര്യം പറയുക കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ സന്തോഷമുള്ള ഓർമ്മകൾ പലതും അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞു. പക്ഷേ ജയിലിലായിരിക്കുന്ന സമയത്തെ ആ ഒരു ഓർമ്മകൾ ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കില്ല എന്നും പകരം വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും, കുത്തി വേദനിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യവും പറഞ്ഞു. ജീവിതത്തിൽ അനുഭവിച്ച കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പോലും വേദനയോട് ഓർക്കുന്ന ഒരു സ്ഥലമാണ് തടവറ എന്ന കാര്യവും വിക്രം ഇങ്ങനെ പറയുവാണ്. അങ്ങനെ പറഞ്ഞാൽ തേങ്ങ മുഴുവനും നമ്മുടെ വിക്രം ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ നാൾ അടിക്കലും വാരലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് അടുക്കളയിലേക്ക് മാറ്റം കിട്ടിയെന്ന് പറഞ്ഞ് തൻ്റെ ജയിൽ കഥകളെല്ലാം പറയുവാണ്. വിയ്യൂർ ജയിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി ഒരു റപ്പായിച്ചേട്ടനുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാനങ്ങ് കൂടിയെന്ന് വിക്രം പറയാം. പിന്നെ പോരുന്നതുവരെ അടുക്കളയിലായിരുന്നു എൻ്റെ ജോലി. ഒരുവിധം കറികളൊക്കെ അന്നേ ഉണ്ടാക്കാൻ പഠിച്ചതാണെന്നും പറഞ്ഞു. അപ്പോൾ വേദ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമോ? അപ്പോൾ പിന്നെ അതൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കൂല. അപ്പോൾ എന്നാൽ അതൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. വിക്രൻ്റെ റെസിപ്പി ഒന്ന് കേൾക്കട്ടെ എന്ന് വേദ. അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കയ്യിലൊക്കെ അടിയൊക്കെ കൊടുത്ത് തേങ്ങയൊക്കെ അവിടെ മേടിച്ച് വെച്ചു. എന്തിനാ ഈ തല്ലുന്നേന്ന് ചോദിച്ചു. അപ്പോൾ ചിരകിട്ട തേങ്ങ തിന്നരുതെന്ന് പറയും, അതെന്താ എടുത്താൽ അപ്പോൾ എന്താ കറിക്ക് സ്വാദ് കുറയുമെന്ന് ചോദിച്ചു. എന്നൊക്കെ പഴമക്കാർ പറയുന്നതാ. പക്ഷേ ചെരവനാക്കിൽ തട്ടി കൈ മുറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ഒരാവശ്യത്തിന് ചിരകിയെടുക്കുന്നത് തിന്ന് തീർക്കാനും പാടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്നും പറഞ്ഞ് വേദ ഇരിക്കുക. അപ്പോൾ വേദയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാണ്ടായി. അപ്പോൾ വിക്രം കുറച്ച് തേങ്ങ അധികം എടുത്ത് വേദയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. പോട്ടെ മീൻകറിയുടെ റെസിപ്പി പറയാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ഇതുപോലൊരു തേങ്ങ ചിരവി അങ്ങ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വിക്രം നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി മേദയ്ക്ക് പറഞ്ഞു കൊടുത്തു. നല്ല മീനൊക്കെ അരപ്പിലേക്കൊക്കെ ചേർത്തിട്ട് നന്നായി തിളയ്ക്കാൻ വിടണം. പിന്നെ ആ തേങ്ങ പിഴിഞ്ഞ പാല് മാറ്റി വെക്കണം. അതിനുശേഷം പിന്നെയും പിഴിഞ്ഞ് 2ാം പാലെടുക്കുമ്പോഴേക്കും ഇത് ഓക്കെ ആകും. പിന്നെ ലാസ്റ്റ് 1ാം പാലൊഴിച്ച് അതങ്ങ് വാങ്ങി വെക്കണമെന്നൊക്കെ പറഞ്ഞ് വിക്രം പറയാം. അപ്പോൾ അത്ര രുചിയുള്ള കറി വേറെയില്ല അറിയാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേദ കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുകയാണെന്ന് പറയുന്നു വേദ. അത് ഉണ്ടാക്കാനല്ലേ ഈ തേങ്ങ ചെറുകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആണോ സത്യമായിട്ടും? അതേടോ സത്യമാണെന്ന് പറഞ്ഞു വിക്രം. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷം. പള്ളിയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് നല്ല മീൻ കിട്ടിയെന്നും ഞാനത് കഴുകി വെട്ടി അവിടെ വെച്ചിട്ടുണ്ടെന്നും വിക്രം പറയുക. കടയിൽ നിന്ന് കുറച്ച് അപ്പവും വാങ്ങി. നമുക്ക് രാത്രി ഇന്ന് അത്താഴേ അതാണെന്ന് പറയുമ്പം അതെന്തായാലും കലക്കിയെന്ന് പറഞ്ഞു വേദ. അപ്പോൾ ഞാൻ എസ്റ്റേറ്റിൽ പോയ സമയത്ത് വിക്രം ആ ജോലിയെല്ലാം തീർത്തല്ലേ എന്ന് വേദ ചോദിച്ചു. നാളെ മുതൽ ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകണമെന്നും പിന്നെ ചെറിയൊരു ചോറ്റുപാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നും ചോറും കറിയും ഉണ്ടാക്കി തന്നു വിടേണ്ട ഉത്തരവാദിത്വം വിക്രുവിനാണെന്ന കാര്യവും പറഞ്ഞു. ഓക്കെ ആണോ? അപ്പം നിനക്ക് ചോറുണ്ടാക്കി തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നീ ജോലിക്ക് പോകുന്നത് ആലോചിക്കുമ്പോഴെനിക്ക് അതൊന്നും സാരമില്ല വിക്രം. കാര്യം സജീവ് കുറച്ച് പണമൊക്കെ തന്നിട്ടുണ്ടെങ്കിലും നമുക്കത് തിരിച്ചു കൊടുക്കണ്ടേന്ന് ചോദിച്ചു. ബാങ്കിലുള്ള കാശിൽ നിന്ന് ഇപ്പം എടുക്കാൻ ഒരു നിവൃത്തിയില്ലെന്നും വേദ പറയുക. പിന്നെ അവർ ഉറപ്പായും ട്രാൻസാക്ഷൻസൊക്കെ പരിശോധിക്കുമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിലവിനുള്ളത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രവും വേദയും കൂടെ നല്ല മീൻകറിയൊക്കെ വെച്ച് ചോറുണ്ണാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്തുമ്പോൾ ഇവരെ രണ്ടുപേരെയും കുറിച്ച് ഇവിടെ ഇരുന്ന് ശ്രീകാന്തും അമ്മായച്ചനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ താനേ ശുംഭനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരുമകനെ പറയുക അമ്മായച്ചൻ. അല്ലെങ്കിലും നീ ഒന്ന് അന്വേഷിച്ചോ, നിന്റെ കൺമുന്നിൽ വെച്ച് അവൻ നിന്റെ വീട്ടിൽ നിന്ന് അവരുടെ കയ്യം പിടിച്ച് ഇറങ്ങിപ്പോയിട്ട് നീ അനങ്ങിയോ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് എല്ലാം കൂടി എൻ്റെ തലയിലേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കരുത്. എല്ലാം തീരുമാനിച്ചതും ചെയ്യിച്ചതും ഞാനാണെന്ന് പറഞ്ഞ് മച്ചമ്പിയുടെ മുന്നിൽ മാപ്പ് സാക്ഷിയാകാനാണ് നിന്റെ പ്ലാനെങ്കിലേ
മോളുടെ ഭർത്താവാണ്, പെങ്ങളുടെ മോനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ എന്ന് ഇയാൾ പറയുവാണ്. ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറയുമ്പം അച്ഛനത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് അമ്മാച്ചനും തമ്മിൽ അടി കൂടാൻ തുടങ്ങി. പിന്നെ എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത്? ഒന്നും രണ്ടും അല്ല, ദിവസങ്ങളാണ് അവൻ നിൻ്റെ മുന്നിൽ, നിൻ്റെ വീട്ടിൽ, നിൻ്റെ പെങ്ങളുടെ ഉറക്കറിയിൽ കഴിഞ്ഞു കൂടിയതെന്ന കാര്യം പറഞ്ഞു. എന്നിട്ടത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിച്ചോടാ എന്ന് അമ്മായച്ചൻ മരുമോനോട് ചോദിക്കുക. നീയാണ് ഇനി അവനെ കണ്ടെത്താനും അതുപോലെ കേസുകൾ തെളിയിക്കാനും പോകുന്നത്. നിന്നെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം അത് സംഭവിച്ചു പോയച്ചാ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചത് കൊണ്ട് എന്ത് ലാഭം കിട്ടാനാന്ന് ചോദിച്ചു. എടാ വിക്രത്തെ മാത്രമല്ലല്ലോ, തലയ്ക്ക് വെളിവ് പോയിരിക്കുന്ന അനിയൻകുട്ടൻ എന്ന് പറയുന്നവനെ പോലും നിനക്ക് കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ലല്ലോ. അപ്പം നമ്മൾ അന്വേഷിക്കാനായിട്ടൊന്നും അല്ലല്ലോ അച്ഛാ, അവസാന സമയത്ത് വഴുതി പോയതല്ലേ എന്ന് ചോദിച്ചു. അവരെ എവിടെയാണെന്ന് അവൻ്റെ കൂട്ടുകാർ എത്ര തല്ലിയിട്ട് അവർ പറഞ്ഞോന്ന് ചോദിച്ചു. എടാ അങ്ങനെ മറഞ്ഞിരിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പുകച്ചു പുറത്ത് ചാടിക്കാൻ നമ്മൾ ഒരുങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിവിടെ ഇരുന്ന് പറയുക. അപ്പം അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നീ അവനെ അന്വേഷിക്കൽ തുടർന്നോ? ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ അവർ പുറത്ത് ചാടുമെന്നും ഇയാൾ പറയാം. ബന്ധുക്കളെയോ സുഹൃത്തുക്കളുടെയോ ഒരു വീടും ഇനി വേദ തിരഞ്ഞെടുക്കില്ല എന്ന് പറയും. ഇപ്പോൾ വല്ല സുഹൃത്തുക്കളുടെ വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ ഉണ്ടോയെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴാണ് അമ്മാച്ചൻ ഇത് പറയുന്നത്. അത് അബദ്ധമാകുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും പരിചയമില്ലാത്ത നാട്ടിൽ മറ്റൊരു ഐഡൻറ്റിറ്റിയിൽ മറഞ്ഞിരിക്കാവും അവരെന്നും അച്ഛൻ പറഞ്ഞു കൊടുക്കുക ശ്രീകാന്തിന്. അപ്പോൾ അനിയൻകുട്ടൻ എവിടെയായിരിക്കും? അവളുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നും ഇയാൾ പറഞ്ഞു കൊടുക്കുന്നു. ഇയാൾക്ക് ഭയങ്കര അകക്കണ്ണ എല്ലാം കണ്ടുപിടിച്ച് പറയാൻ. അവനാണ് അവരുടെ തുറുപ്പ് ചീട്ട്. അതുകൊണ്ട് തന്നെ അവനെ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് സ്വബോധത്തിലേക്ക് കൊണ്ടുവരാനേ അവർ നോക്കുകയുള്ളൂ എന്നും ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണു. അപ്പം ശരിയാണെന്ന് മനസ്സിലായി ശ്രീകാന്തിനും. അത് പക്ഷേ നമ്മുടെ കണ്ണെത്തുന്ന സ്ഥലമാകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നുള്ള കാര്യം അമ്മാച്ചൻ പറഞ്ഞു. ഇപ്പം നമ്മൾ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നേ? അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്താണെന്ന് അവർ താമസിക്കുന്ന സ്ഥലത്തെ ആളുകൾ അറിയണം എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക. പിന്നെ വരുൺ എന്ന യുവാവിൻ്റെ കൊലപാതകത്തിൽ അവർക്ക് പങ്കുണ്ടെന്നും അതുപോലെ പോലീസ് തിരയുന്നതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. അങ്ങനെ അവരെ എല്ലാവരും തിരിച്ചറിയണം എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരും കൂടെ പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇനി അവർ ചെന്നപ്പെട്ടിരിക്കുന്ന നാട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവൾക്ക് വേറെ കല്യാണം വീട്ടുകാർ ആലോചിച്ചപ്പോൾ അവരെ എല്ലാവരെയും പറ്റിച്ച് കാമുകന്മാരായ അവർ ഒരമ്പലം നടയിൽ താലി കെട്ടി നടത്തി പോന്നു എന്നുള്ളതായിരിക്കും. അപ്പം അന്നത്തെ താലി വില്ലൻ ഇന്നത്തെ കൊലപ്പുള്ളി എന്നുള്ള മട്ടിൽ ഒരു തമിഴ് വീണ്ടും കയറ്റി വിട്ടാലേ വൈറലാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടി ഇവിടെ പ്ലാനിങ്ങാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വിക്രത്തെ വേദയാട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ മാറി പുറത്ത് പോയി കിടക്കുന്നു. വേദ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വിക്രത്തെ കണ്ടില്ല. അങ്ങനെ വിക്രത്തെയും വേദയും പുകച്ച് പുറത്തിയടിക്കാനുള്ള പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുക അവരവിടെ. വിക്രം ഇങ്ങനെ കിടക്കുന്നു. വേദ വന്ന് വിക്രത്തെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. വിക്രം നല്ല ഉറക്കം. ഉറങ്ങുന്നു കണ്ടില്ലേ, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് പോലെ ചിരിച്ചുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ വേദ അവിടെ വന്ന് വിക്രത്തെ നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെ മനസ്സിൽ പറയാം. അതിനുശേഷം അവിടെ ഇരുന്നുകൊണ്ട് അവർ പണ്ടുണ്ടാക്കിയ വഴക്കുകളെ പറ്റിയൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ ഇരുന്ന് ആലോചിക്കുക. ഒരു പാട്ടിലൂടെ അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ വഴക്കുകൾ നിറഞ്ഞ ആ നിമിഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ വേദ തൊട്ടരികിലിരിക്കുന്നു. വേദയെ കണ്ടുപോയി വിക്രം ചാടി എഴുന്നേറ്റു. ഉറക്കത്തിൽ നീ അടുത്ത് വന്നിരിക്കുന്നത് പോലെ തോന്നി, അതാ ഞാൻ കണ്ണ് തുറന്ന് നോക്കിയത് എന്ന് വിക്രം വേദയോട് പറയുമ്പോൾ വിക്രം ചിരിച്ചു. വേദയും ചിരിച്ചു. എന്താ ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുന്നേ? എനിക്ക് ഉറക്കം വന്നില്ല. അതെന്ത് പറ്റി? അത് ഓരോരോ ഓർമ്മകളായിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ വീടിനെ പറ്റിയാണോ എന്ന് ചോദിച്ചപ്പം അതൊന്നും അല്ല, ഇയാളെ പറ്റിയുള്ള ഓർമ്മകളാണെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു എന്ന് വേദ പറയാം. അപ്പം എന്തിന്? നമ്മൾ തമ്മിൽ നടന്ന ഓരോ അടിയും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നെങ്കിൽ വയസ്സാം കാലത്ത് ഒരുമിച്ച് അതൊരു റീലാക്കി നമുക്ക് കാണാമായിരുന്നു എന്ന് വേദ പറയാം. നല്ല രസമായനല്ലേ? ശരിയാ. ആളുകൾ സാധാരണ ജീവിതത്തെ പറ്റി ഓർക്കുമ്പോഴല്ല പരസ്പരം ഉണ്ടായ വഴക്കുകളൊക്കെ മുറിച്ചു മാറ്റി കളയാനാണ് ശ്രമിക്കുക എന്നും ഇതിപ്പോൾ അതൊക്കെ ലൈവായിട്ട് കാണാനാണ് ആഗ്രഹം എന്നുള്ള കാര്യങ്ങളും പറയുവാണ് വിക്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒന്നും മുറിച്ചു മാറ്റാനില്ലല്ലോ വിക്രം? ഇല്ല. ആദ്യത്തെ താലികെട്ട് പോലും ഇല്ലേന്ന് ചോദിച്ചു. അന്നേരം അത് ഒരിക്കലും ഇല്ല എന്നും അതിൽ നിന്നായിരുന്നല്ലോ എല്ലാത്തിൻ്റെയും തുടക്കമൊന്നും വേദ വിക്രത്തോട് പറയാം, അതല്ലാതെ മറ്റെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വിക്രത്തിന് ഭയങ്കര സന്തോഷം. വേദ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ മുറിച്ചു മാറ്റി ഓർമ്മകളെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു സിനിമ ഓർമ്മ വന്നു എന്ന് വേദ പറഞ്ഞു. ആ സിനിമ ഏതൊന്നും ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വേദ സിനിമാ കഥയും വിക്രത്തോട് പറഞ്ഞു.
അങ്ങനെ ദേ നമ്മുടെ വേദ സിനിമാ കഥ പറയുന്നത് കേട്ടപ്പോൾ വിക്രം ഇങ്ങനെ ആസ്വദിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഭയങ്കര സന്തോഷത്തോടെ വിക്രം ഇരുന്നു. പിന്നെ വേദയുടെ കഥകളൊക്കെ കേട്ടപ്പോൾ വിക്രത്തിന് അതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. അല്ല, ശരിക്കും എന്തിനാണ് ആളുകൾ തല്ലുകൂടുന്നത്, അല്ലെങ്കിൽ അടിയുണ്ടാക്കുന്നത്? അപ്പോൾ രാജ്യങ്ങൾ എന്തിനാണ് യുദ്ധം കൂടുന്നത്? മനുഷ്യരിങ്ങനെ തമ്മിൽ തല്ലി മരിക്കുന്നത് എന്തിനാണെന്ന് വേദ ചോദിച്ചു. അപ്പോൾ പകരം മനുഷ്യർ തമ്മിൽ ഉമ്മ വെച്ചാൽ മതിയെന്നാണോ പറയുന്നേ എന്ന് വേദയോട് വിക്രം ചോദിക്കുമ്പം, അടിയുണ്ടാക്കുന്നതിലും ആളെ കൊല്ലുന്നതിലും യുദ്ധം ചെയ്യുന്നതിനേക്കാളും നല്ലത് മനുഷ്യർ ഉമ്മ വയ്ക്കുന്നത് തന്നെയല്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിച്ചു. അപ്പോൾ വിക്രം ഭയങ്കര ഒരു ചിരി. എന്നിട്ട് വേദയെ കെട്ടിപ്പിടിച്ചിങ്ങനെ ചേർത്തിരുത്തുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറേ നേരം ഇങ്ങനെ നോക്കി കണ്ണിലൊക്കെ നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. നേരം വെളുത്തു. വിക്രം എഴുന്നേറ്റു. പതുക്കെ അനിയൻകുട്ടനെ കൊണ്ടുവന്ന് ആ ഉമ്മറത്തിരുത്തി. അപ്പോഴത്തേക്കും വേദ ചായയൊക്കെ ആയിട്ട് വന്നു. കാപ്പി കൊടുക്കുക അനിയൻകുട്ടനെ. അപ്പം അനിയൻകുട്ടൻ ആരെയും മൈൻഡ് പോലും ചെയ്തില്ല, ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കാം. അന്നൊരു ദിവസം നീ തന്നെ എടുത്ത് കുടിച്ചല്ലേ അനിയൻകുട്ട, പിന്നെന്താന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴും അനിയൻകുട്ടൻ മൈൻഡ് ചെയ്യുന്നില്ല. അതെ, അതവിടെ വെച്ചേക്കാൻ വേദ വിക്രത്തോട് പറഞ്ഞു. അപ്പോൾ അതവിടെ വെച്ചു. ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എടുത്ത് കുടിച്ചേക്കും എന്നും പറഞ്ഞ് ആ ഒരു ഇതിലും പറയാം. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ഗീവർഗീസ് ചേട്ടൻ ജീപ്പിൽ അങ്ങോട്ടേക്ക് വരുന്നു. അതുപോലെ ചേച്ചിയുണ്ട്. അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവർ നിൽക്കുക. അപ്പം മേരി ചേച്ചി കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട മോളെ, ഇപ്പോൾ കഞ്ഞി കുടിച്ചതേ ഉള്ളൂ, തോട്ടത്തിൽ പോകുന്നതിന് മുന്നേ കഞ്ഞിയാ ശീലം. അല്ല മോള് റെഡിയല്ലേ എന്ന് ചോദിച്ചു. ആദ്യം ചേച്ചി ഞാൻ റെഡിയാ, ഞാൻ ദാ വരുന്നു. അപ്പോൾ ഒരു ഷർട്ട് കൂടി എടുത്തോട്ടോ എന്ന് പറഞ്ഞു. തേയിലയുടെ കറിയേ ഉടുപ്പിലാകുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു തോർത്തൂടി എടുത്തോ, നല്ല വെയിലില്ലേ എന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് ആവട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേച്ചി നിർബന്ധം പിടിക്കുക, ധൃതി പിടിക്കാം. അപ്പോൾ അതെ, ഇയാളെ കൂട്ടി പള്ളിയിലേക്ക് ചെല്ലാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇന്ന് മുതൽ കുറച്ച് ദിവസത്തെ അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പണിയൊന്നുമില്ലെങ്കിലും ഞാൻ ഗീവർഗീസ് ചേട്ടൻ്റെ കൂടെ അങ്ങോട്ട് വരാനുള്ള പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞു വിക്രം. ഇതിനൊക്കെ എത്ര നേരം എന്ന് വെച്ചാൽ ഇരിക്കുക എന്ന് വിക്രം പറഞ്ഞപ്പം, അതല്ല എന്നാൽ പിന്നെ നമുക്ക് വൈകണ്ട ഇറങ്ങിക്കോളാൻ വിക്രത്തോടും പറഞ്ഞു. അപ്പോൾ എനിക്ക് റെഡി ആവാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വേദം ഒരു ഷർട്ടൊക്കെ ഇട്ട് തോർത്തൊക്കെ തോളയിലിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര സങ്കടം കേട്ടോ. വിക്രം ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ട്, ആഹാ എന്നാ ലുക്കാ, തേയില തോട്ടത്തിൻ്റെ നടുക്ക് നിന്ന ടീ കമ്പനി പരസ്യത്തിന് മോഡലിനെ പോലെ ഉണ്ടാകുമെന്ന് വിക്രം വേദയോട്. അപ്പോൾ വേദ പരിഹസിക്കല്ലേ എന്ന് പറഞ്ഞ് വന്ന് നിന്നു. ഞാൻ ശരിക്കും പറഞ്ഞതാടോ, അല്ലെങ്കിൽ മേരി ചേച്ചി പറയട്ടെ. അപ്പോൾ പേടിക്കണ്ട, 10 ദിവസം വെയിൽ കൊള്ളുമ്പോൾ അയ്യോ എൻ്റെ പെണ്ണ് കരിഞ്ഞുണങ്ങി പോയേന്ന് കരയാതിരുന്നാൽ മതി അല്ലേ ചായ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മേരി. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പോവണ്ടെന്ന്. അപ്പോൾ അതൊന്നും സാരമില്ലെന്നേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ശീലമായിക്കോളൂ എന്ന് വേദ പറഞ്ഞു. പിന്നെ പോകാമെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വൈകിട്ട് വരുമ്പോൾ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ കൂട്ടത്തിൽ ലിപ്സ്റ്റിക്കും അപ്പോൾ എല്ലാം വാങ്ങിച്ചോളാൻ പറഞ്ഞു. തേയിലത്തോട്ടത്തിലെ പണിക്ക് പോകുമ്പോൾ പറ്റിയ വേഷം കെട്ടലാണല്ലോ എന്നൊക്കെ പറയാം. നമുക്ക് പോകാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോവുക. അങ്ങനെ വേദ പോകുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുക. അപ്പോൾ പോട്ടെ അനിയൻകുട്ടാ എന്ന് നമ്മുടെ വേദ പറഞ്ഞു. അപ്പോൾ അനിയൻകുട്ടൻ കാപ്പി എടുത്ത് കുടിക്കുന്നു. വിക്രം നോക്കിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേദ കാണിച്ചു കൊടുക്കുക. വിക്രംകുട്ടൻ തനിയൻ ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് വലിയൊരു പ്രതീക്ഷയുടെ അതൊരു ലിമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. സന്തോഷമായി രണ്ടുപേർക്കും, ഒരുപാട് സന്തോഷം. അനിയൻകുട്ടൻ ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇവരിതിങ്ങനെ നോക്കിക്കൊണ്ടും ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.